Welcome back guys, welcome back to MalluDiscoveryTV and it's me Farhan bin Fazil here. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു PC ബിൽഡിംഗ് വീഡിയോ ഇട്ടിരുന്നു. അതായത് എങ്ങനെ നമുക്ക് 27000ന്റെ താഴെ ഉണ്ടാക്കിയ ഒരു PC ആണിത്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 50000ന്റെ താഴെ എങ്ങനെ ഒരു അടിപൊളി PC ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ കമ്പോണൻസും, അതായത് പ്രൊസസ്സർ, റാം, അതുപോലെ തന്നെ ബോർഡ്, അതുപോലെ തന്നെ ക്യാബിനറ്റ്, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് ചിലപ്പോൾ ആമസോൺ ആയിരിക്കാം, ഫ്ലിപ്കാർട്ട് ആയിരിക്കാം, അത് രണ്ടും ഇടുന്നുണ്ടാവും. അപ്പോഴുള്ള പ്രൈസ് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഈ 27000ന് ഞാൻ ബിൽഡ് ചെയ്തത് ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 34 ആയിട്ടുണ്ട്. അതായത് GSTൻ്റെ ഒക്കെ ഡിഫറൻസ് വരുമ്പോൾ ചെറിയ പ്രൈസ് ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ലിങ്ക് ഏതായാലും താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ കറൻ്റ് ബിൽഡ് ചെയ്തത് 50000ൻ്റെ താഴെയാണ്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു അടിപൊളി ഗ്രാഫിക്സ് കാർഡൊക്കെ വെച്ച് നിങ്ങൾക്ക് ബോത്ത് ഗെയിമിങ്ങിനും അതേപോലെ തന്നെ എഡിറ്റിങ്ങിനും ഒരു അടിപൊളി കമ്പ്യൂട്ടർ എങ്ങനെ നിർമ്മിക്കാമെന്ന് കാണാം. അപ്പോൾ ഇതിൽ അസംബ്ലിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെ പാർട്സ് യൂസ് ചെയ്യുന്നത് ഇവിടെ കാണാം. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് OS ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്കിന് ഐ ബട്ടണിൽ കൊടുക്കാം. അതേപോലെ തന്നെ OS ഇൻസ്റ്റാളേഷൻ നമുക്ക് പഠിക്കാം. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്ക് വീഡിയോ എന്ന് പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഗൈസ്. ഫസ്റ്റിൽ തന്നെ നമുക്ക് പ്രൊസസ്സറിൽ തുടങ്ങാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് AMDയുടെ Ryzen 5 3500X ആണ്. ഇൻബോക്സിൽ തന്നെ ഫാൻ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രീ അപ്ലൈഡ് തെർമൽ പേസ്റ്റുമുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ തെർമൽ പേസ്റ്റ് നമ്മൾ കരുതേണ്ടതില്ല. 6 കോർസ് ആൻഡ് 6 ത്രെഡ്സ് ആണ് വരുന്നത്. ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 14850 ആണ്. പ്രൊസസ്സർ ഒരു APU അല്ല, അതുകൊണ്ട് ഗ്രാഫിക്സ് കാർഡ് നിർബന്ധമാണ്. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് GeForce GTX 1650 സൂപ്പറാണ്. ഇതൊരു DDR6 4GB ഗ്രാഫിക്സ് കാർഡാണ്. ഇവിടെ 2 ബോക്സ് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട, എനിക്ക് 2 ക്ലയൻസിന് വേണ്ടി ഞാൻ ബിൽഡ് ചെയ്യുന്നതാണ്. അതായത് അറ്റ് ദ സെയിം ടൈം സെയിം സ്പെക്സ് വെച്ച് 2 എണ്ണം ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് കാണിക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മൾ ഐറ്റം. ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഗെയിമിംഗ് പ്രൊസസ്സർ എന്ന് തന്നെ പറയാം. ഡുവൽ ഫാനാണ് വരുന്നത്. ഒരു DVI പോർട്ടും HDMI പോർട്ടും അതേപോലെ തന്നെ ഒരു TP പോർട്ടുമാണ് ഗ്രാഫിക്സ് കാർഡിൻ്റെ കൂടെ വരുന്നത്. ഈ പോർട്സ് ഒന്നും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകാനില്ല. HDMI പോർട്ട് നിങ്ങളെ മോണിറ്ററിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് MSIയുടെ B450M Pro M2 Max ആണ്. ഇതിൻ്റെ സോക്കറ്റ് വരുന്നത് AM4 ആണ്, അതായത് AMDയുടെ. ഇൻ്റൽ പ്രൊസസ്സർ ഇതിൽ സപ്പോർട്ട് ആവുന്നതല്ല, ശ്രദ്ധിക്കുക. ബഡ്ജറ്റ് കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും AMD പ്രിഫറബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസിങ് ഏകദേശം 6200 ആണ് വരുന്നത്. 2 PS2 പോർട്ടും VGA പോർട്ടും HDMI പോർട്ടും 6 USB പോർട്ടും അതിൽ 4 എണ്ണം USB 3.0 പിന്നെ എതർനെറ്റും ഓഡിയോ ജാക്സുമാണ് വരുന്നത്. ബോക്സിൽ തന്നെ നമുക്ക് വേണ്ട കേബിൾസ് എല്ലാം വരുന്നുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ ഒന്നും വാങ്ങേണ്ടതില്ല. മദർ ബോർഡിൻ്റെ CD കൂടെ വരുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇൻ്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാനാണ് പോകുന്നത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. M2.0 സ്ലോട്ടുണ്ട്, അതേപോലെ തന്നെ PCI എക്സ്പ്രസ് കാർഡ് സ്ലോട്ടും. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് GB 240GB SSD ആണ്. അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് വേണ്ട ഒരു GB സെലക്ട് ചെയ്യാം. ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ പോകുന്നത് 240GBയുടെ ഒരു SSD ആണ്. ഏകദേശം 3000 രൂപയാണ് ഇതിന് വരുന്നത്. ബ്രാൻഡ് ഒരു പ്രശ്നമല്ല, പക്ഷേ OS എപ്പോഴും ഒരു SSDയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. OS ഇൻസ്റ്റാൾ ചെയ്യുന്നത് SSD ആണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് നൽകുകയുള്ളൂ. 2666 MHz ഒരു 8GB അഡാറ്റയുടെ റാമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ വാങ്ങുമ്പോൾ നല്ല കോസ്റ്റ്ലി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ 3000 MHz സെയിം പ്രൈസിൽ റിലീസായിട്ടുണ്ട്. അതായത് അഡാറ്റയുടെ ഒരു അടിപൊളി 8GB 3000 MHz തന്നെ നമുക്ക് ആമസോണിൽ ലഭ്യമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, പകരം ആൾട്ടർനേറ്റീവ് ലിങ്ക് കൊടുക്കുന്നതാണ്. സ്റ്റോറേജിനായി 1TBയുടെ WD ഹാർഡ് ഡിസ്ക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് 240 തന്നെ മതിയെങ്കിൽ SSD തന്നെ യൂസ് ചെയ്യാവുന്നതാണ്, ഹാർഡ് ഡിസ്ക് ഇല്ലാതെ. ഇത് വരുന്നത് ഏകദേശം 3700 രൂപയാണ്. ഈ ഒരു കോസ്റ്റ് ഞാൻ ബഡ്ജറ്റിൽ ആഡ് ചെയ്യുന്നില്ല. പവർ സപ്ലൈ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ആൻടെക്കിൻ്റെ 450 വാട്ടിൻ്റെയാണ്. ഏകദേശം 2500 രൂപയാണ് ഈ ഒരു പവർ സപ്ലൈന് കോസ്റ്റ് വരുന്നത്. ഇതൊരു നല്ല ബഡ്ജറ്റ് പവർ സപ്ലൈ തന്നെയാണ്. കൂടാതെ എല്ലാം ബ്ലാക്ക് കളറിലാണ് വരുന്നത്, അതുകൊണ്ട് നല്ലൊരു ലുക്കും തന്നെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ പവർ കേബിൾസൊക്കെ പ്രൊവൈഡഡ് ആണ്. പവർ സപ്ലൈ എടുക്കുമ്പോൾ എപ്പോഴും നല്ലൊരു പവർ സപ്ലൈ തന്നെ കരുതുക. അതിനടുത്തത് വരുന്നത് നമ്മളെ കേസ്, അതായത് ക്യാബിനറ്റ് ആക്ച്വലി നിങ്ങളെ ചോയ്സാണ്. ഞാൻ സൈഡിൽ വേറെ 2 ക്യാബിനറ്റ്സും കൂടി കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഞാനെടുത്ത ക്യാബിനറ്റിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. അതായത് മുകളിൽ ബട്ടൺസും സൈഡിൽ നമ്മൾ LED സ്ട്രിപ്പും, അതായത് RGB ലൈറ്റ്സും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫുൾ ഗ്ലാസ് ആണ് വരുന്നത്. അതായത് ക്യാബിനറ്റിൻ്റെ ബഡ്ജറ്റ് ഞാൻ ഇവിടെ ഒരു 2500 രൂപേൻ്റെ അകത്താണ് ഈ ഒരു ബിൽഡിൽ കാണുന്നത്.
അങ്ങനെ നമ്മളെ എല്ലാ കോമ്പണൻസുമായി അതായത് 50,000 താഴെ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം അസംബിൾ ചെയ്യാം. അസംബിൾ അറിയുന്നവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ പ്രൊസസ്സർ നമുക്ക് പ്രൊസസ്സർ സ്ലോട്ടിലേക്ക് പ്ലേസ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നല്ലൊരു ശ്രദ്ധ കൊടുക്കുക. പിൻസ് ഒന്നും ഒടിക്കാതെ കറക്റ്റ് പ്ലേസ് ചെയ്ത് നമ്മൾ പ്രൊസസ്സർ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. അതായത് ഒരു അനക്കവും ഇല്ലെങ്കിൽ ആ ലോക്ക് അങ്ങ് ഇടുക. എയറോ മാർക്കിനനുസരിച്ച് വെക്കുക. അടുത്തതായി ഫാൻ അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് സ്ക്രൂ ചെയ്യുക. ഫാനിൻ്റെ കേബിൾസ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് 2 പോർട്ട് സെയിം കാണാം. അതായത് ചേസിസ് ഫാനിൻ്റെയും അതേപോലെ തന്നെ നമുക്ക് CPU ഫാനിൻ്റെ അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. ആദ്യം തന്നെ ഞാൻ റോങ് ആയിട്ടായിരുന്നു കണക്ട് ചെയ്തത്, പിന്നെ മാറ്റി CPU ഫാനിൽ കണക്ട് ചെയ്തു. അടുത്തതായി നമുക്ക് റാം പ്ലേസ് ചെയ്യാം. DDR4 റാമിൻ്റെ കട്ടിങ് നോക്കി അതേപോലെ തന്നെ ആ ഒരു നോച്ച് കണക്കായി അവിടെ പ്ലേസ് ചെയ്യുക. അടുത്തതായി നമുക്ക് ക്യാബിനറ്റിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിലുള്ള ആ സ്റ്റീലും ഓപ്പൺ ചെയ്യാം. നല്ലൊരു ലുക്ക് കൊടുക്കാനായി കേബിൾസ് എപ്പോഴും ബാക്ക് സൈഡിൽ റൗട്ട് ചെയ്യുക. അതായത് കേബിൾസ് ഒന്നും ഗ്ലാസിൻ്റെ അകത്തേ കൂടി കാണാത്ത രീതിയിൽ, അതായത് അകംവശത്ത് നമ്മൾ കേബിൾസ് ഒന്നും തന്നെ കൊണ്ടുപോകാതെ പിൻവശത്തൂടെ എല്ലാ കേബിൾസും റൗട്ട് ചെയ്യുക. നമുക്ക് ഇവിടെ ക്യാബിനറ്റിൽ SMPS പ്ലേസ് ചെയ്യാം, അതായത് പവർ സപ്ലൈ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിൻ്റെ എക്സോസ്റ്റ് ഫാൻ, അതായത് ഹീറ്റ് ഫാനിൻ്റെ ലൊക്കേഷൻ നോക്കുക. ഈ പവർ സപ്ലൈൻ്റെ താഴെയാണ് വരുന്നത്, അതായത് ക്യാബിനറ്റിൻ്റെ എക്സോസ്റ്റ് ലൊക്കേഷനും താഴെ തന്നെയാണ്. ഓക്കെ, ഇതെൻ്റെ അനിയൻ റിസ്വാൻ, അവൻ കുറച്ച് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ക്യാബിനറ്റിൽ കുറച്ച് സ്ക്രൂ ഒക്കെ ഇടാൻ കൊടുക്കാം. എൻ്റെ മിക്ക ബിൽസിലും നല്ലൊരു ഹെൽപ്പ് തന്നെ ഇവൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഇവൻ്റെ ഒരു ഗെയിമിംഗ് ചാനലിനെ പറ്റി പരിചയപ്പെടാം. എൻ്റെ ചാനൽ MalluDiscoveryTV MDTV, അതേപോലെ തന്നെ MDTV ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ചാനൽ ഇവൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവൻ്റെ അടിപൊളി ഗെയിം പ്ലേ ഒക്കെ ഇതിലിടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. വീഡിയോ സ്കിപ്പ് ആവത്തൊന്നുമില്ല, കാരണം ചാനലിലൂടെ ലിങ്ക് ആയിട്ടിന്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിക്ക് ചെയ്ത് മിനിമൈസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ചു വരാം. ഈ വീഡിയോ പൗസ് പോലും ആവില്ല. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ക്യാബിനറ്റിൽ നമുക്ക് IO പോർട്സിൻ്റെ ഷീൽഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം മദർ ബോർഡ് ഈ ക്യാബിനറ്റിൽ പ്ലേസ് ചെയ്യാം. കറക്റ്റ് സ്ക്രൂ ഹോൾസ് നോക്കി വെക്കുക. എന്നിട്ട് മദർ ബോർഡിൻ്റെ സ്ക്രൂസ് ഒന്ന് ടൈറ്റ് ചെയ്യുക. സ്ക്രൂസൊക്കെ നമുക്ക് ബോക്സിൽ തന്നെ വരുന്നതാണ്. സ്ക്രൂ ഓവർ ടൈറ്റ് ചെയ്യത്, അതായത് കറക്റ്റ് ടൈറ്റ് മാത്രം കൊടുക്കുക, കാരണം മദർ ബോർഡ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മദർ ബോർഡ് എപ്പോഴും സ്ക്രൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഗ്രാഫിക്സ് കാർഡ് മദർ ബോർഡിൽ പ്ലേസ് ചെയ്യാം. അതിനു മുമ്പ് ബാക്കിൽ IO പോർട്സിൻ്റെ ഒരു ഷീൽഡ് ഉണ്ടാവും. അതായത് നമ്മളെ ഗ്രാഫിക്സ് കാർഡിൻ്റെ പോർട്ടിനനുസരിച്ച് വേണ്ടത്ര ഹോൾസ് അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അവിടെ ഗ്രാഫിക്സ് കാർഡ് അതിനുശേഷം കറക്റ്റ് പ്ലേസ് ചെയ്ത് അമർത്തുക. നമ്മൾക്ക് ചെറിയൊരു ഷെയ്ക്കിങ് കാണാം ഗ്രാഫിക്സ് കാർഡ് പ്ലേസ് ചെയ്തതിന് ശേഷം. ആ ഷെയ്ക്കിങ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫിക്സ് കൃത്യമായി സ്ക്രൂ ചെയ്യുക. അതായത് ബാക്ക് സൈഡിൽ നമ്മൾക്ക് 2 ഹോൾസ് കാണാം. അവിടെ പെർഫെക്റ്റ്ലി സ്ക്രൂ ചെയ്തതിന് ആ ഒരു ഷെയ്ക്കിങ് റിമൂവ് ആവും. ഓക്കെ, നമ്മളെല്ലാ സ്ക്രൂവും ഇട്ടിരിക്കുകയാണ്. പെർഫെക്റ്റ്ലി പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഗ്രാഫിക്സ് കാർഡ്. ഷേക്കിംഗ് ഇല്ലാത്ത രീതിയിൽ തന്നെ ഗ്രാഫിക്സ് കാർഡ് പ്ലേസ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾക്ക് SSD പ്ലേസ് ചെയ്യാം. SSD എന്നും ലാബിൽ കൊടുത്തിട്ടുണ്ടാവും. മിക്ക ക്യാബിനറ്റിലും ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് വരിക. അവിടെ നമ്മൾ SSD കറക്റ്റായി പ്ലേസ് ചെയ്ത് ബാക്ക് സൈഡിൽ നമ്മൾ സ്ക്രൂ ചെയ്യുക. എൻ്റെ ഈ ഒരു ക്യാബിനറ്റിൽ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇനി നമ്മൾക്ക് ഹാർഡ് ഡിസ്ക് പ്ലേസ് ചെയ്യാം. ഹാർഡ് ഡിസ്ക് ഇവിടെ ഫ്രണ്ടിൽ വെക്കുന്നത് ഒരു ബോറായതുകൊണ്ട് ഞാനത് താഴെ വെക്കുകയാണ്. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് സ്ക്രൂ ചെയ്ത് അവിടെ ഫിറ്റ് ചെയ്യും. കാരണം ഇതാണ് കാണാൻ ഒരു വൃത്തി. കേബിൾസ് എപ്പോഴും ബാക്ക് സൈഡിൽ റൗട്ട് ചെയ്യുക, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. കാരണം കൂടുതൽ കേബിൾസ് കാണുമ്പോൾ അതിൻ്റെ അകം കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഒരു നീറ്റ് ഫിനിഷിങ് കൊടുക്കുക. SSDയുടെയും ഹാർഡ് ഡിസ്കിൻ്റെയും സാറ്റ കേബിൾസും അതുപോലെ തന്നെ പവർ കേബിൾസും കണക്ട് ചെയ്യുക. അതിനുശേഷം മദർ ബോർഡിൻ്റെ എവിടെയാണ് കണക്ഷൻ എന്ന് നോക്കുക. സാറ്റ കേബിളുടെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോൾസിലേക്ക് കൂടി മാത്രം കേബിൾസ് കൊണ്ടുവരിക. അതേപോലെ തന്നെ മദർ ബോർഡിൻ്റെ മെയിൻ പവർ സപ്ലൈ കേബിൾ അതും നമ്മൾ ഏറ്റവും അടുത്തുള്ള ഹോൾസിലേക്ക് കൊണ്ടുവരിക, അവിടെ കണക്ട് ചെയ്യുക. കൂടുതൽ കേബിൾ നീട്ടി വലിക്കാതിരിക്കുക. PCI എക്സ്പ്രസ്സുടെ ഒരു പവർ കേബിളും നമ്മൾക്ക് അടുത്തുള്ള ഹോൾസിലേക്ക് കൊണ്ടുവരാം. അതേപോലെ ഫ്രണ്ട് പാനൽ USB കണക്ഷനും കണക്ട് ചെയ്ത് നമ്മൾക്ക് ഗ്ലാസ് ക്ലോസ് ചെയ്യാം. ഇവിടെ കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് ബിൽഡ് ചെയ്ത 27,000 അണ്ടറിൽ വരുന്ന ഒരു CPU ആണിത്. നമുക്ക് മാറ്റി 50,000 വെക്കാം. ഓക്കെ, ഇവിടെ വെക്കാൻ സ്ഥലമില്ല, അതാണ് ഞാൻ മുകളിൽ വെച്ചത്. അതിനു മുമ്പ് എൻ്റെ മറ്റൊരു ക്ലയൻറ്റിന് വേണ്ടി ഞാൻ ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 to 15 മിനിറ്റ്സേ നമുക്കൊരു അസംബ്ലിങ്ങിന് എടുക്കുകയുള്ളൂ. അപ്പോൾ 2 എണ്ണം റെഡി. നമുക്കിതൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം ഓണാക്കുമ്പോൾ നമ്മൾ ബയോസിലേക്കാണ് കയറുക. OS ബൂട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെയും OS ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ ഞാൻ Windows 10 ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എങ്ങനെ നമ്മൾക്കൊരു പുതിയ കമ്പ്യൂട്ടറിൽ Windows 10 ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ നമുക്ക് Windows 7 Windows 10ലേക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ മുകളിൽ ഐക്കാർഡിലും കൊടുക്കാം. ഓക്കെ, OS ഇൻസ്റ്റാളേഷനും ഡ്രൈവർ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു. സിംഗിൾ കോറുടെയും മൾട്ടി കോറുടെയും ഒരു ബെഞ്ച് മാർക്കിംഗ് സ്കോറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വോൾക്കാൻ സ്കോർ 48836 ആണ് ബെഞ്ച് മാർക്കിംഗ് വരുന്നത്. പിന്നെ കൂടാ സ്കോർ വരുന്നത് 55179 ആണ്. ഇവിടെ യൂസ് ചെയ്ത മോണിറ്ററുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
ഇൻബോക്സിൽ വന്നിട്ടുള്ള സ്റ്റിക്കർ വർക്ക്സ് ഒക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 50,000 അണ്ടറിൽ ഒരു അടിപൊളി PC റെഡി ആയിരിക്കുന്നു, ബോത്ത് ഫോർ ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ഒരു എഫേർട്ട് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ മതി. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ഫർഹാൻ ബിൻ ഫസി സൈനിങ് ഔട്ട്. ബൈ.